ഹായ് ഓൾ. അപ്പൊ നമ്മുടെ പൈത്തൺ ഡെസ്ക് എന്ന സീരീസിലൂടെ നമ്മൾ പൈത്തന്റെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തു അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് സ്ട്രിങ് എന്നായിരുന്നു അല്ലെ. അപ്പൊ നമ്മളെ റിയൽ വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് സ്ട്രിങ്ങിന്റെ അപ്ലിക്കേഷൻ, അതേപോലെ സ്ട്രിങ്ങിന്റെ ഒരുപാട് മെത്തേഡുകൾ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കില് നമ്മൾ പറയാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതെന്താന്ന് വെച്ചാല് നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് പൈത്തൺ എന്നുള്ളതല്ല, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ എന്ത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പൊ അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പർ ഉണ്ട്, ഒരു 10ഉം 20ഉം 10 and 20 അല്ലെ. അപ്പൊ ഈ 10ഉം 20ഉം രണ്ട് നമ്പറിൽ ഏതാണ് വലിയ നമ്പർ, അതേപോലെ ഏതാണ് ചെറിയ നമ്പർ, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെ, കൺട്രോൾ ഫ്ലോ അഥവാ ഇത് ഇതിനേക്കാളും ചെറുതാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണോ, അല്ലെങ്കിൽ ഇത് ഇതിനേക്കാളും വലുതാണോ. ഇതാണ് ബേസിക്കലി ഏറ്റവും കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും സിമ്പിൾ വേർഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഇഫ്, അതേപോലെ ഇഫ് എൽസ്, ഇഫ് എൽ ഇഫ്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പൈത്തണിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ വരുന്ന സെക്ഷനാണ് ലൂപ്പിംഗ് ഓർ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന സംഭവം. ഓക്കെ, അതേപോലെ ജമ്പ് ഓർ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യും നമ്മൾ വരുന്ന ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നമ്മൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഓർ കൺട്രോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വരാം. ഇഫ് വരാം, ഇഫ് എൽസ് വരാം, അതേപോലെ ഇഫ് എൽ ഇഫ് എൽസ് വരാം, അതേപോലെ നെസ്റ്റഡ് ഇഫ് വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ലാബിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ കണ്ടോ, ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ സാധനമാണ്, അഥവാ ഇഫ് ഇഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എങ്കിൽ അല്ലെ. അഥവാ ഈ എ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ 20യേക്കാളും ചെറുതാണോ, 10 എന്ന് പറഞ്ഞ വാല്യൂ 20യേക്കാളും ചെറുതാണോ, അല്ലെങ്കിൽ എന്താ പറയാ 20 എന്ന് പറഞ്ഞ സംഭവം 5നേക്കാളും വലുതാണോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനാണ്. സിമ്പിൾ ആയിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനാണെങ്കിൽ ട്രൂ ആണ് അതിന്റെ റിസൾട്ട് കിട്ടുക, ട്രൂ ഓർ ഫോൾസ്. ഒന്നെങ്കിൽ 5 10നേക്കാളും വലുതാവും, അല്ലെങ്കിൽ 5 10നേക്കാൾ ചെറുതാവും. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷനാണ് അതിൽ വരിക. ഒന്നെങ്കിൽ ആ ഒരു കണ്ടീഷൻ ട്രൂ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഫോൾസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുത്തത് ഇത്രേ ഉള്ളൂ, ഇഫ് 10 ഗ്രേറ്റർ ദാൻ 5. ഇത് ഏത് ലാംഗ്വേജിലും ഇഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, പക്ഷെ ചെറുതായിട്ട് സിന്റാക്സുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ സി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജാവയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇഫ് പിന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് 10 ഗ്രേറ്റർ ദാൻ 5, പിന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാണ് കോഡിങ് വരിക. പക്ഷെ പൈത്തന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റുകളും കേളി ബ്രേക്സ് ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ പൈത്തൺ സിന്റാക്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പൈത്തണിൽ ഇഫ് 10 ഗ്രേറ്റർ ദാൻ 5 അഥവാ 10 എന്ന് പറഞ്ഞ വാല്യൂ 5നേക്കാളും വലുതാണോ എന്ന് എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. കോളൻ ആണെങ്കിൽ, ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നമ്മൾ ആണെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, ഇഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, കോളൻ ആണെങ്കിൽ എന്ത് ചെയ്തു, പ്രിന്റ് 10 ഗ്രേറ്റർ ദാൻ 5. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ഈ 10 ഗ്രേറ്റർ ദാൻ 5 ആണ് സ്വാഭാവികമായിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ എന്ത് ചെയ്യും, ഒരു ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പൊ ട്രൂ റിട്ടേൺ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിന്റെ ബ്ലോക്കിലേക്ക് കയറും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇഫിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അതിന്റെ താഴെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രിന്റ് 10 ഗ്രേറ്റർ ദാൻ 5. അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് അതിലെ, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടല്ല, ഒരു ടാബ് സ്പേസ് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ്. അപ്പൊ ഇതിനർത്ഥം ഈ ഇഫ് കണ്ടീഷൻ സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് 10 ഗ്രേറ്റർ ദാൻ 5 പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, പ്രിന്റ് ചെയ്യാനുള്ള 10 ഗ്രേറ്റർ ദാൻ 5 എന്നുള്ള പ്രിന്റിങ് വരുന്നത്. മനസ്സിലാക്കണം. പക്ഷെ നേരെ മറിച്ച് മറ്റേ പ്രിന്റ് ഇവിടെ വരെ പ്രോഗ്രാം എൻഡ് എന്ന് പറഞ്ഞ പ്രിന്റ് ഒരിക്കലും എന്തല്ല, ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിലല്ല, ആ ഇഫിന്റെ ഒരേ ലൈനിലാണ് അത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിലല്ല, പുറത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ റിസൾട്ട് ഇത്രേ ഉള്ളൂ, ഇഫ് 10 ഗ്രേറ്റർ ദാൻ 5 ആണ്, ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും, 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്യും.
പിന്നീട് എന്ത് ചെയ്യും, ആ ലൂപ്പല്ല ആ ഇഫ് കണ്ടീഷൻ എൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, പ്രോഗ്രാം എൻഡ് എന്ന് പറഞ്ഞ റിസൾട്ട് പ്രിന്റിങ്ങും നമുക്ക് എന്ത് ചെയ്യും നടക്കും. ഇതാണ് ഒരു സിമ്പിൾ ഇഫ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എത്ര ഉള്ളൂ, ഇഫ് അഥവാ ഇതിനേക്കാൾ വലുതാണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഇനി ഇഫ് എൽസ് എന്താ, ഇഫ് 10 ഗ്രേറ്റർ ദാൻ 5 ആണ് അല്ലെ, ട്രൂ ആണ്. അപ്പൊ ട്രൂ ആണെങ്കിൽ 10 ഗ്രേറ്റർ ദാൻ 5 നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഫോൾസ് ആണെങ്കിലും എന്ത് ചെയ്യണം, 10 ലെസ് ദാൻ 5 എന്ന്, അല്ലെങ്കിൽ ആ ഒരു എൽസ് കണ്ടീഷനും കൂടി, അല്ലാത്തൊരു കണ്ടീഷനും കൂടി നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇഫ് എൽസ് പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്യുക. അഥവാ ഒന്നുമില്ല ആണെങ്കിൽ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിലേക്ക് നോക്കണം. എക്സ് ഈക്വൽ ടു 3, അഥവാ എക്സ് തന്നെ ഒരു വേരിയബിൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ എന്തുണ്ട്, ഒരു വാല്യൂ 3 കൊടുത്തിട്ടുണ്ട് നമ്മൾ അല്ലെ. ഇനി നമ്മൾ കണ്ടീഷൻ ചെയ്യുകയാണ്, ഇഫ് എക്സ് ഡബിൾ ഈക്വൽ ടു. ഇവിടെ ശ്രദ്ധിക്കണം, സിംഗിൾ ഈക്വലും ഡബിൾ ഈക്വലും ഡിഫറന്റ് ആണ്. സിംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ, അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ് സിംഗിൾ ഈക്വൽ. അഥവാ എക്സിലേക്ക് 3 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പൊ അതൊരു അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ്. പക്ഷെ ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന്റെ 3 എന്ന് പറഞ്ഞ ആ എക്സിലുള്ള 3 എന്ന് പറഞ്ഞ വാല്യൂ 4 കമ്പയർ ചെയ്യാണ്, ഈക്വൽ ആണോ. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടീഷനിലേക്ക് വരാം, ഇഫ് എക്സ് ഡബിൾ ഈക്വൽ ടു 4. അവിടെ എന്താണ്, എക്സിന്റെ വാല്യൂ ഇപ്പോ 3 ആണ്, അത് 4 അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഇഫ് കണ്ടീഷനിലേക്ക് വരൂല, എൽസ് കണ്ടീഷനിലേക്ക് വരും. അപ്പൊ എൽസ് അല്ലെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഏത് എക്സിക്യൂട്ട് ചെയ്യും, എൽസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ റിസൾട്ട് നമുക്ക് എന്താ കിട്ടുക, പ്രിന്റ് നോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോ ആണ് ഇവിടെ റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് അവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ എന്തും കൊടുക്കട്ടോ. ഞാൻ ജസ്റ്റ് യെസ് ഓർ നോ കൊടുത്തു മാത്രം. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈസ് ഈക്വൽ ടു 4. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് നോട്ട് ഈക്വൽ ടു 4 എന്ന് പ്രിന്റ് ചെയ്താൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രിന്റിങ് കിട്ടും. അപ്പൊ ഇതാണ് എന്ത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഇഫ് സ്റ്റേറ്റ്മെന്റ് വന്നു, അവിടെ നമ്മൾ ആ ഒരു ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. എൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ട്രൂ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യും ഇഫിന്റെ ഉള്ളില്, എൽസിന്റെ ഉള്ളിൽ അല്ലാത്ത ഫോൾസ് കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഇതാണ് ഇഫ് എൽസ് ഇട്ടോ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് മോർ ദാൻ 1 കണ്ടീഷൻ, അഥവാ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഒരു സിംഗിൾ കണ്ടീഷൻ മാത്രമൊന്നുമല്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറയുന്നത് കണ്ടോ, ലെറ്റർ ഈക്വൽ ടു എ. എ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ട്രിങ് ആണ് അല്ലെ. ഡബിൾ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ്. ലെറ്റർ എന്ന് പറഞ്ഞ വേരിയബിളില് നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഇവിടെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എന്തിനാന്ന് വെച്ചാല്, എ ആണ് ലെറ്റർ എങ്കിൽ ലെറ്റർ ഈസ് എ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും നമുക്ക്. അഥവാ ബി ആണ് ലെറ്ററിലെങ്കിൽ ലെറ്റർ ഈസ് ബി എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. അഥവാ സി ആണ് ലെറ്റർ എന്ന് പറഞ്ഞ വേരിയബിൾ എങ്കിൽ ലെറ്റർ ഈസ് സി എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി എയും ബിയും സി ഒന്നും അല്ല എങ്കിൽ എന്ത് ചെയ്യും, ലെറ്റർ ഈസ് നോട്ട് എ കോമ ബി ആൻഡ് സി എന്ന് കിട്ടും. നിങ്ങൾക്ക് എന്ത് രീതിയിൽ എന്ത് ചെയ്യാൻ മെസ്സേജ് കൊടുക്കട്ടോ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ മെസ്സേജ് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് വരിക. അപ്പൊ ഇനി നമ്മൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞ വേരിയബിൾ എ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ്, ഇഫ് ലെറ്റർ ഡബിൾ ഈക്വൽ ടു എ, സോറി ബി അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്, ലെറ്റർ എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ ബി ആണോ ചെക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ ബി ആണെങ്കിൽ എന്ത് ചെയ്യാം, ലെറ്റർ ഈസ് ബി എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലെറ്റർ പിന്നെയും ഏതിനൊക്കെ കമ്പയർ ചെയ്യണം, സീനെറ്റും കമ്പയർ ചെയ്യേണ്ടി വരും, ഏനെറ്റും കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ എൽസിലേക്ക് നമുക്ക് വരാം. എൽസ് ആണ്, അഥവാ ഒരിക്കലും ബി അല്ല. അപ്പൊ നമ്മൾ പിന്നെന്തെടുത്ത് എ ആണോ നോക്കണം, അല്ലെങ്കിൽ ബി ആണോ നോക്കണം, അല്ല സോറി സി ആണോ നോക്കണം. അപ്പൊ എൽസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണം എന്താണോന്ന്. ഇഫ് ലെറ്റർ ഡബിൾ ഈക്വൽ ടു സി, ലെറ്റർ സി ആണോ നോക്കണം. അപ്പൊ സി ആണെങ്കിൽ ലെറ്റർ സി പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ എൽസ് അവിടെ പിന്നെ ഇഫ് വരും, ലെറ്റർ ഈസ് ഈക്വൽ ടു എ, ഡബിൾ ഈക്വൽ ടു എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ ആണെങ്കിൽ എ ആണ് ലെറ്റർ എന്ന് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, തീരുമാനം എടുക്കാം. എൽസിൽ എന്ത് ചെയ്യാം, ലെറ്റർ ഈസ് നോട്ട് എ ബി ആൻഡ് സി, അഥവാ മൂന്നും അല്ല, എയും അല്ല ബിയും അല്ല സിയും അല്ല എന്ന് എന്ത് ചെയ്യാം, നമുക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ 1 കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇഫിലും എൽസിലൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോ
നമുക്ക് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നെസ്റ്റഡ് ഇഫ് കേട്ടിട്ടില്ല നിങ്ങള്? അഥവാ ഇഫിന്റെ ഉള്ളില് വേറെ ഇഫ്. നെസ്റ്റഡ് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറെ ലൂപ്പ് വരാം, ഒന്നിന്റെ ഉള്ളില് അതിന്റെ ആ സെയിം ടൈപ്പ് തന്നെ വരാം. അപ്പൊ ഇഫിന്റെ ഉള്ളിൽ വേറെ ഇഫ് വരാം, അതിന് നമുക്ക് ആ ഇഫിന്റെ ഉള്ളിൽ വേറെ ഇഫ് വരാം. അതിനൊക്കെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നെസ്റ്റഡ് ഇഫിന്റെ ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ കേട്ടോ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പ്രോഗ്രാം ആയിട്ട് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഇവിടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡ് വെച്ച് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കണം, കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മള് നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിൽ 10 നമ്മൾ സ്റ്റോർ ചെയ്തു. ഓക്കെ, എന്നിട്ട് കമ്പയർ ചെയ്യാണ് ഇഫ് നം ഗ്രേറ്റർ ദാൻ 5. 5നെ ഗ്രേറ്റർ നം ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ എന്ത് ചെയ്യുക? ബിഗർ ദാൻ 5 നമ്മൾ പ്രിന്റ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ നെസ്റ്റഡ് ഇഫ് ആണ്. ഇനി അതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇഫ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് പറയാണ്. അഥവാ ഇഫ് നം ഗ്രേറ്റർ ദാൻ 5, അഥവാ 5നേക്കാളും വലുതാണെങ്കിൽ മാത്രമേ ഈ ഇഫിലേക്ക് കയറുള്ളൂ. അപ്പൊ ബിഗർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ അവിടെ എന്താ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? ഇഫ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണെങ്കിൽ, അഥവാ നമ്മ് എന്ത് ചെയ്യണം? 5നേക്കാളും വലുതുമാണ്. പിന്നെ എന്ത് ചെയ്യാം? നമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ എന്ത് ചെയ്യാ? ബിറ്റ്വീൻ 5 and 15 എന്ത് ചെയ്യാ? പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ റിസൾട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രിന്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഗസ് ചെയ്യട്ടെ. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിഗർ ദാൻ 5 മാത്രമാണോ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിഗർ ദാൻ 5 പ്രിന്റ് ചെയ്തുകൊണ്ട് അടുത്തത് ബിറ്റ്വീൻ 5 and 15 പ്രിന്റ് ചെയ്യോ, അതും അല്ലെങ്കിൽ ബിറ്റ്വീൻ 5 and 15 മാത്രമാണോ പ്രിന്റ് ചെയ്യുക, അതും അല്ലെങ്കിൽ ഒന്നും പ്രിന്റ് ചെയ്യൂല എന്നുള്ള എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഗസ് ചെയ്യുക. ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഔട്ട്പുട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ എന്തായാലും ഇതിന്റെ വർക്കൗട്ട് നമ്മൾ പറയുന്നുണ്ട്, അവിടെ നമുക്ക് റിസൾട്ടിലേക്ക് വരാം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ഇഫ് എൽഇഫ്. നമ്മൾ പഠിച്ചല്ലോ, ഇഫ് പഠിച്ചു, എൽസ് പഠിച്ചു, ആ എൽസിന്റെ ഉള്ളിൽ വേറെ ഇഫ് വരുന്നതൊക്കെ പഠിച്ചു നമ്മള്. അപ്പൊ നമ്മള് ഇഫ് എൽസ് ഇഫിന് പകരം നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ഇഫ് എൽഇഫ്. ഇഫ് അതിൻ്റെ ഉള്ളിൽ ഒരു എൽസ്, ഇഫ് കണ്ടീഷൻ കൊടുത്തു, പിന്നെ എൽസ്, ആ എൽസിന്റെ ഉള്ളിൽ വേറെ ഇഫ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു എൽസിന്റെ ഉള്ളിൽ വേറെ ഇഫ് കൊടുക്കുന്നതിന് പകരം നമുക്ക് പൈത്തണിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് ഇഫ് എൽഇഫ്. ഓക്കെ, എൽസിഫ് എന്നൊക്കെ പറയും വേറെ ലാംഗ്വേജിൽ, എൽഇഫ് ആണ് ഇവിടെ. അപ്പൊ ഇവിടെ സെയിം പ്രോബ്ലം, നമ്മൾ ആ ലെറ്ററിന്റെ സെയിം പ്രോബ്ലം നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? എൽസിന്റെ ഉള്ളിൽ പിന്നെയും ഇഫ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് പകരം എൽഇഫ് വെച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലെറ്ററിൽ എ ഉണ്ട്, ഇഫ് ലെറ്റർ ഈക്വൽ ടു ബി ഉണ്ട്, ബി ആണെങ്കിൽ ബി എന്ന് പ്രിന്റ് ചെയ്തു. എൽഇഫ് ലെറ്റർ ഈക്വൽ ടു സി, സി ആണെങ്കിൽ സി എന്ന് പ്രിന്റ് ചെയ്തു. എൽഇഫ് ലെറ്റർ ഈക്വൽ ടു എ, എ ആണെങ്കിൽ എന്ത് പ്രിന്റ് ലെറ്റർ ഈസ് എ എന്ന് പ്രിന്റ് ചെയ്തു. ഇനി ഒന്നും അല്ലെങ്കിലോ, അപ്പൊ നമുക്ക് ലാസ്റ്റ് എൽസ് കൊടുത്താൽ മതി. ഇതൊന്നും അല്ലെങ്കിൽ എന്നാണ് അതിനർത്ഥം. എൽസിൽ നമ്മൾ പ്രിന്റ് ലെറ്റർ ഈസ് നോട്ട് എ, കോമ ബി ആൻഡ് സി. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫിന്റെ ഉള്ളിൽ എൽസ്, പിന്നെ അതിന്റെ ഉള്ളിൽ ഇഫ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് എൽഇഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞേ എത്രയുള്ളൂ. ഇഫ് പറഞ്ഞു, ഇഫ് എൽസ് പറഞ്ഞു, അതേപോലെ നെസ്റ്റഡ് ഇഫ് പറഞ്ഞു, ഇഫ് എൽഇഫ് പറഞ്ഞു, അപ്പൊ അതേപോലെ ഇഫ് എൽസ് ഇഫ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതാണ് കോൺസെപ്റ്റ്, ഇത്രേ നമുക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ വർക്കൗട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ഇഫ് എൽസിന്റെ ഒക്കെ വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും എന്റെ സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ ഓപ്പൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം, പൈത്തൺ പ്രോഗ്രാം നമ്മൾ ഈ പ്രോജക്റ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പൈത്തൺ വർക്ക്സ് എന്ന പ്രോജക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിനെന്ത് ചെയ്തു? ന്യൂ ഫയൽ എടുക്കുക. ഞാൻ എന്ത് ചെയ്തു? ഇഫ് എൽസ് എക്സാമ്പിൾ. നിങ്ങൾക്ക് എന്തും കൊടുക്കട്ടോ, ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു മാത്രം. ഡോട്ട് പൈ ആയാൽ മതി, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പൈയും ആവണം. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിന് വ്യത്യാസം കേട്ടോ. ഓക്കെ, നമുക്കറിയാം. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് അഥവാ ഇഫ് എൽസ് ആണല്ലോ ഫസ്റ്റ് ഇഫ് നമ്മൾ പറയണം. ഇഫ് 10 ഗ്രേറ്റർ ദാൻ 5, 10 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് പ്രിന്റ്, ഞാൻ നമ്മളെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്, നിങ്ങൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക? അത് ഒക്കെ സ്ലൈഡിലുള്ള നോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് നോക്കണം.
ഇത് ഞാൻ ഇഫ് എൽസിന്റെ ഒരു ബ്ലോക്ക് ഒരു ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, 10 ഗ്രേറ്റർ ദാൻ എന്ത് ഗ്രേറ്റർ ദാൻ 5 ആണെന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ ഇഫ് 10 ഗ്രേറ്റർ ദാൻ 5 അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്തൊക്കെ. എങ്ങനെ നമ്മൾ റൺ ചെയ്യാറ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൺ പൈത്തൺ ഫയൽ ഇൻ ടെർമിനൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ ചെയ്തേണ്ട 10 ഗ്രേറ്റർ ദാൻ 5 അഥവാ 10 ഗ്രേറ്റർ ദാൻ 5 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇഫ് ഓക്കെ ആണെങ്കിൽ ഇതിലേക്ക് കയറും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇഫിന് പുറത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതെന്ത് ചെയ്യും, എപ്പോഴും എന്ത് ചെയ്യും, അത് വർക്കാവും. അഥവാ ഇഫ് സക്സസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ആവും. അപ്പൊ നമുക്ക് ഇതിൽ ഇത്ര ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, ഇഫിൽ കയറിയാലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം എൻഡഡ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും, വർക്കാവും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 10 ഗ്രേറ്റർ ദാൻ 5 കൊടുത്തപ്പോൾ നമുക്ക് രണ്ടും പ്രിന്റ് ആയി അല്ലേ. ഇനി നോക്കൂ, നമ്മൾ 10 ഗ്രേറ്റർ ദാൻ 50 കൊടുക്കുകയാണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല, മെസ്സേജ് വരാൻ പാടില്ല. റൺ ചെയ്ത് നോക്കാം, ഇതാണ് പ്രോഗ്രാം എൻഡഡ് മാത്രം വന്നത്. അപ്പൊ എന്താണിത്, ഈ സംഭവം സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ ഇതാണ് സിമ്പിൾ ഇഫ്. ഓക്കെ, ഇഫ് എൽസിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനതിന് മുന്നേ നമുക്ക് ഇതൊന്ന് വേരിയബിളിലേക്ക് ആക്കണേ. അപ്പൊ എക്സ് ഈക്വൽ ടു 10 അഥവാ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി അതിന് ഞാൻ 10 സ്റ്റോർ ചെയ്തു. വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി അതിൽ ഞാൻ എന്ത് ചെയ്തു, 5 സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യാ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈനേക്കാൾ ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ 10 ആണ്, വൈന്റെ വാല്യൂ 5 ആണ്. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ എന്തിന്, വൈ എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വൽ ആണ്, 10 ഗ്രേറ്റർ ദാൻ 5 ഈക്വൽ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇത് നമുക്ക് ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കൂ, ഞാൻ എക്സിന്റെ വാല്യൂ 100 ആക്കി, 100 ആക്കി. അപ്പൊ നമുക്ക് പ്രിന്റിംഗ് ഒക്കെ എന്ത് ചെയ്യും, തെറ്റും ഇവിടെ. അപ്പൊ റൺ എന്ത് ചെയ്തു, റൺ വിത്തൗട്ട് ഡിവൈൻ ഇത് കൊടുത്തു, പൈത്തൺ കൊടുത്തു. അപ്പൊ ഇവിടെ അപ്പോഴും പ്രിന്റ് ചെയ്യുന്നത് എന്താണ്, 10 ഗ്രേറ്റർ ദാൻ 5 എന്നാ വന്നത്. പക്ഷെ എക്സിന്റെ വാല്യൂ എന്താണ്, 100 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ മാറുന്നതിനനുസരിച്ച് ഇവിടെ മാറണം. അപ്പൊ നമുക്ക് ഡൈനാമിക് ആക്കണം. ഇത് സ്റ്റാറ്റിക് ആണ്. അപ്പൊ ഡൈനാമിക് ആക്കാൻ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് അറിയില്ലേ, നമ്മൾ പഠിച്ചതല്ലേ, എഫ് ഇടുക, ഡബിൾ കോട്ട്സ് ഇടുക, പിന്നെ കേളി ബ്രേസ് ഇടുക, എക്സ് ഇടുക അല്ലെ. അപ്പൊ എക്സിന്റെ വേരിയബിളിന്റെ വാല്യൂ ഇവിടെ കിട്ടും. അതേപോലെ എന്ത് ചെയ്യാം, വൈ തന്നെ വേരിയബിളിന്റെ വാല്യൂ ഇവിടെയും കിട്ടും. അപ്പൊ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റൺ പൈത്തൺ. ഓക്കെ, ഇതുണ്ട് 100 ഗ്രേറ്റർ ദാൻ 5, 100 ഗ്രേറ്റർ ദാൻ 5 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഒരു 103 ആക്കി നോക്കുക, 1003. ഓക്കെ, നമുക്ക് കൊടുക്കാം, ഇതാ ഗ്രേറ്റർ ദാൻ. അപ്പൊ ഡൈനാമിക് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതാണ് ഇഫ് ട്ടോ, ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ എൽസിലേക്ക് വരാണ്. അപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്നുള്ളതും കൂടി നമ്മൾ പറയണ്ടേ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് 3 നമ്പർ, അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത്, 2 ഈക്വൽ ആണെങ്കിൽ അതും നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഇഫ് ഫസ്റ്റ് പറഞ്ഞു. ഇനി എൽസിൽ നമ്മൾ പറയാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ എൽസിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമുക്ക് എഫ് എക്സ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, അങ്ങനെ പറയാം. 5 അല്ല, നമ്മളെ വൈ അല്ലെ. ഇങ്ങനെ നമുക്ക് പറഞ്ഞു നോക്കാം എങ്ങനെ കിട്ടുന്നു എന്നുള്ളത്. അപ്പൊ എൽസിലാണെങ്കിൽ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിത് 10ലേക്ക് തന്നെ മാറ്റുക കേട്ടോ, വലിയ നമ്പർ കൊടുക്കുക. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, 15 കൊടുത്തു. ഓക്കെ, ഇവിടെ കണ്ടീഷൻ എൽസിൽ വരണം. ഓക്കെ, ഇതുണ്ടോ, 10 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 50, 10 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 15 വരെ അത് പറഞ്ഞു. ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് രണ്ടും 50 ആക്കി വെക്കാം. അപ്പൊ ഇത് രണ്ടും ഈക്വലാന്ന് നമുക്ക് പറഞ്ഞു തരണം. അല്ലാതെ നോട്ട് മറ്റേ ഗ്രേറ്റർ ദാൻ ആണ് ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നോക്കി വെക്കാം. ഇതണ്ട 50 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 50. ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ 50 കൂടി കൊടുക്കുമ്പോൾ അത് ഈക്വലാന്ന് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ നമ്മൾ എന്തും കൂടി കൊടുക്കണം. ഇവിടെ 3 കണ്ടീഷൻ വരും. ഒന്ന് എക്സ് എന്ത് ചെയ്യാം, വൈനേക്കാളും വലുതാവാം, അല്ലെങ്കിൽ എക്സ് വൈനേക്കാളും ചെറുതാവാം, അല്ലെങ്കിൽ 2 ഈക്വൽ ആവാം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യണം, കറക്റ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ എൽസ് ആവുമ്പോ
അഥവാ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ പിന്നെ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. എക്സ് ഒന്നെങ്കിൽ ലെസ് ദാൻ വൈ ആവും അല്ലെങ്കിൽ ഈക്വൽ ടു വൈ ആവും. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യാം. അപ്പൊ എൽസിലേക്ക് വന്നു. പിന്നെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എന്ത്? എക്സ് ഈക്വൽ ടു വൈ ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പറഞ്ഞോളൂ. നമുക്ക് എന്ത് പറയാം? രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത്? ഇസ് ഈക്വൽ ടു വൈ നമുക്ക് പറയാം. ഓക്കെ, ഇനി അല്ലെങ്കിലോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല, എക്സ് ഈക്വൽ ടു വൈയും അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താവണം? എക്സ് ചെറുതാവണം വൈനേക്കാളും. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എൽസിൽ നമുക്ക് എന്ത് പറയാം? പിന്നെ ആ ഒരു കണ്ടീഷനേ ഉള്ളൂ, എക്സ് ചെറുതാവുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എക്സ് ഗ്രേറ്റർ ദാന്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഈക്വൽ ടുന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇവിടെ എക്സ് ലെസ് ദാൻ വൈ എന്നുള്ള കണ്ടീഷനും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പറയണം. റൺ ചെയ്ത് നോക്കാം. 50 ഈസ് ഈക്വൽ ടു 50. ക്ലിയർ അല്ലേ? രണ്ടും ഈക്വൽ ടു ആണ്. ഇനി നമ്മളിത് 51 ആക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരണം. 50 ഈസ് ലെസ് ദാൻ 51 കറക്റ്റ് ആണ്. ഇനി നമ്മൾ 502 ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് എന്തും കൊടുക്കട്ടോ, ഞാൻ ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുകയാണ്. 502 ഈസ് ഗ്രേറ്റർ ദാൻ 51. ഓക്കെ, അപ്പോ കറക്റ്റ് ആണ് അല്ലെ? നമ്മുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഇഫ് എൽസ് ഇഫ്. ഓക്കെ, അപ്പോ എൽസ് ഇഫ് എന്നുള്ള സംഭവം നമ്മൾ പഠിച്ചു. ഇനി എൽസ് ഇഫിനെ നമുക്ക് എന്ത് ചെയ്യാം? എൽഇഫ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യാം. നമ്മൾ ഇത്ര ഉള്ളൂ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അത് എൽഇഫിന്റെ സംഭവത്തിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ഒരുപാട് എൽസിന്റെ ഉള്ളിൽ ഒരുപാട് ഇഫ് ഒന്നും പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കൊടുക്കേണ്ട കാര്യം ഇല്ല. ക്ലിയർ അല്ലേ? നമുക്കപ്പോൾ എൽഇഫ് വെച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് വെക്കാം, സെയിം റിസൾട്ട് ആവും. എന്താണ്? 502 ഗ്രേറ്റർ ദാൻ 51 മാറ്റി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്? നമ്മുടെ ഇഫ് എൽസ് ഇഫ് എൽഇഫ്. അപ്പൊ ഇഫ് എൽസ് ഇഫിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇഫ് എൽഇഫ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇഫിന്റെ ഉള്ളിൽ ഒരു ഇഫ് നമ്മൾ എന്താ കൊടുത്തത്? ഇഫ് നം അല്ലെ, നം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. നമ്മിന്റെ വാല്യൂ നമുക്കൊന്ന് ഉണ്ടാക്കട്ടെ. നം ഈക്വൽ ടു എന്ത്? നം ഈക്വൽ ടു നമുക്ക് 10 അല്ലെങ്കിൽ 10 കൊടുത്തു. ഓക്കെ, ഇഫ് എന്ത്? നം ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? പ്രിന്റ് എന്ത്? നമുക്ക് എന്തും കൊടുക്കാം. ജസ്റ്റ് ഞാനത് ഫോർമാറ്റ് ചെയ്ത് തന്നെ കൊടുക്കാണ്. നം ഗ്രേറ്റർ ദാൻ എന്ത്? 5. ഒന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ ആണ്. 5 ആണ് ഗ്രേറ്റർ ദാൻ ആണെന്ന് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 10 ഗ്രേറ്റർ ദാൻ 5, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഈ ഇഫിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇഫിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ ബ്രാക്കറ്റ് വരാൻ പാടില്ല. നമ്മള് ജാവിതൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പരിചയം ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്, ഒന്ന് വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്നൊരു സംഭവം കൂടി നമ്മൾ അവിടെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 നിങ്ങളോട് അതിന്റെ ആൻസർ ഗസ് ചെയ്യാനും പറഞ്ഞിരുന്നു. എന്ത്? ബിറ്റ്വീൻ എന്ത്? നം ബിറ്റ്വീൻ 5 and 15 എന്ന് പറഞ്ഞാൽ കൊടുത്തിരുന്നു അല്ലേ? അപ്പൊ നോക്കാം നമുക്ക്. എഫ് കിട്ടോ, സ്മോൾ ആണ്, കേളി ബ്രേസ്, നം ബിറ്റ്വീൻ 5 and 15. ഓക്കെ, ബിറ്റ്വീൻ 5 and 15. ഓക്കെ, ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മിന്റെ വാല്യൂ എന്താ? 10 ആണ്. നം ഗ്രേറ്റർ ദാൻ 5 ആണെന്ന് നോക്കി. അപ്പൊ ഓക്കെ ആണ് ഈ കാരണം. ഓക്കെ, ഇതിലേക്ക് വന്നു. പിന്നെ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം. ഇതാണ്ട 10 ഗ്രേറ്റർ ദാൻ 5 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വന്നത്? 10 ബിറ്റ്വീൻ 5 and 15 വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്താണ് നെസ്റ്റഡ് ഇഫ് കാണിക്കാൻ കേട്ടോ. ഒന്നുമില്ല, ഒരു ഇഫിന്റെ ഉള്ളിൽ വേറെ ഇഫ്, ഒരു ലൂപ്പിനുള്ളിൽ വേറെ ലൂപ്പ്, ഇതിനൊക്കെയാണ് നെസ്റ്റഡ് ഇഫ്, നെസ്റ്റഡ് ലൂപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഇന്നത്തെ
സംഭവം ഇവിടെ നമുക്ക് തീർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ നമ്മളെ PPT കറക്റ്റ് ഞാൻ എക്സിന്റെ ലെറ്ററിന്റെ ഒരു എക്സാമ്പിൾ ചെയ്തിരുന്നു. എയും ബിയും സിയും ഒക്കെ വെച്ചിട്ട് ഒരു ലെറ്ററിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ അതിന് ചെയ്തത്. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് നോക്കണം ഇത് കഴിഞ്ഞതിന്റെ ശേഷം. കാരണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതെ ഇതിനൊരിക്കലും ഒരു മാജിക് ഒന്നുമില്ല പഠിക്കാൻ, കോഡിങ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒപ്പം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു പ്രോഗ്രാമർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു പാറ്റേണിലെ ലെറ്ററിനെ മാറ്റിയിട്ട് ഞാനൊരു ഇൻഡിജർ വെച്ചിട്ട് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു തന്നു. ഓക്കെ, ഇനി നിങ്ങളിത് മനസ്സിലാക്കി നിങ്ങൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ലെറ്ററിന്റെ സംഭവം നോട്ടിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലെന്ത് ചെയ്യുക, ചോദിക്കുക, ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്കിതിൽ വരുന്നുണ്ട്, ഇഷ്ടംപോലെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ട്രാക്കിൽ പോവുക. എപ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. മുന്നത്തെ ക്ലാസ്സിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തിട്ട് അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്യുന്ന നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.